ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നലത്തെ ലഞ്ച് ഇതാണ് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ഉരുളൻകിഴങ്ങും സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്റ്റൂ ആണ് കേട്ടോ. കടുക് വറുത്തിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ സ്റ്റൂ. അതാണ് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായക്കൊപ്പം. അപ്പോൾ ഇന്ന് കൂർക്ക ഞാൻ നന്നാക്കി ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ നന്നായി കഴുകി സബോള വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതരിഞ്ഞ് വെച്ച് നമുക്ക് കുക്കറിലിട്ടിട്ട് വിസിൽ വരുത്താം കേട്ടോ. അതിന് തന്നെ അത് സബോളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കേട്ടോ. കുറച്ച് കടുക് പൊട്ടിയപ്പോൾ സബോളയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് പാകത്തിനുള്ളത് കേട്ടോ. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടുക, മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ സബോള മൂക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ട ഉപ്പ് പാകത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കേട്ടോ. ഇനി നമുക്ക് കൂർക്ക അതിലേക്കിടാം. അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വറവിലിടുക ചെയ്യാം കേട്ടോ. ഞാൻ ഇനി അത് വേവിച്ചിട്ട് പിന്നെ വറവിലിടാനായിട്ട് നല്ലത് ഒറ്റയടിക്ക് പണി കഴിയുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നന്നാക്കി ചെറുതായി നുറുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചോർക്ക്. അതിലേക്ക് ഒരു കുറച്ച് വെള്ളം, അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് ഒരു 4-5 വിസിൽ വന്നോട്ടെ. വെന്തോട്ടെ നന്നായിട്ട്. കൂർക്ക വേവൊക്കെ ഉണ്ടല്ലോ തേച്ച്. അപ്പോൾ നല്ലൊരു 3-4 വിസിലൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എത്ര ആവശ്യത്തിനനുസരിച്ച് വിസിൽ വരുന്നോട്ടെ. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്കപ്പേര് റെഡി ആയിട്ടോ. വെള്ളമൊക്കെ വറ്റി എല്ലാം വെന്ത് റെഡി ആയിട്ടോ. അങ്ങനെ ഉപ്പേര് റെഡിയായി. അപ്പോൾ ഈ ചോറ് വിളമ്പി അതിലേക്ക് മോര് കൂട്ടാനുണ്ട്. ചേന മോര് ഒഴിച്ച് വെച്ചുള്ളതാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചേന മോര് ഒഴിച്ച് ഒഴിച്ചു. ഇനി നമുക്ക് കൂർക്കപ്പേരി അതിലേക്കിടാം കേട്ടോ. പിന്നെ ചപ്പാത്തിയുടെ സ്റ്റൂ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും അതിന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതും അതിലേക്ക് വിളമ്പുണ്ട് കേട്ടോ. കൂർക്കപ്പേരി വിളമ്പി, ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ സ്റ്റൂ വിളമ്പിട്ടോ. ഇനി അത് കൊണ്ടാട്ടോ, ചോറ് അരച്ചിട്ടുണ്ടാക്കി കൊണ്ടാട്ടാണ് കേട്ടോ. പിന്നെ പപ്പടം ഞാൻ വിളമ്പിയിട്ടില്ല, അച്ചാറും വിളമ്പിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.